നമ്മൾ ഈ പോകുന്ന വഴിത്താരകളിലെല്ലാം ഓരോ ഇടത്താവളങ്ങളുണ്ടെങ്കിൽ ആ ഇടത്താവളങ്ങളിലും വഴിത്താരകളിലെല്ലാം സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സന്തുഷ്ടനായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. ഡെസ്റ്റിനിയിൽ എത്തുന്നതിന് മുമ്പേ ഈ യാത്രയിൽ നമ്മൾ സന്തുഷ്ടനായിട്ടിരിക്കണം. ഈ യാത്ര ജീവിതമാകുന്ന യാത്ര സന്തോഷകരമാക്കാൻ നമുക്ക് ലൈഫിനെ മൂന്ന് സർക്കിൾ, ഏറ്റവും അകത്തിരിക്കുന്നത് ഒരു സർക്കിൾ, പുറത്തൊരു സർക്കിൾ, ഏറ്റവും പുറത്ത് വേറൊരു സർക്കിൾ. ഏറ്റവും പുറത്തിരിക്കുന്ന സർക്കിളാണ് സർക്കിൾ ഓഫ് കൺസേൺ എന്ന് പറയുന്നത്. സർക്കിൾ ഓഫ് കൺസേൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം ഭംഗിയുള്ളതാക്കാൻ, വിജയപ്രദമാക്കാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ പുറത്തുള്ള കുറേ സംഗതികൾ. അത് കാരണം എനിക്ക് വളർച്ചയില്ല. ഇപ്പോഴത്തെ മാർക്കറ്റിൽ ആളുകൾ പറയുന്നു GST 18% ആയതുകൊണ്ട് എനിക്ക് ബിസിനസ് കുറയുന്നു. നിങ്ങൾക്ക് എത്ര GST? 18. 2 പ്രോഡക്റ്റ് 18 GST 18 എന്നുള്ളത് 12 5 ആക്കുകയാണെങ്കിൽ എൻ്റെ ബിസിനസ് ഒന്നുകൂടി ജയിച്ചേനെ. വല്ല കാര്യമുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? GST കോവിഡ് കാലത്ത് കോവിഡ് വന്നു, 2018 നമുക്ക് പ്രളയം വന്നു, അതിൻ്റെ ഇടയിൽ ഗവൺമെൻറ് 2016 ഡിമോണിറ്റൈസേഷൻ വന്നു. ബിസിനസ്സിൽ ഇതെല്ലാം സംഭവിക്കും. ഇതിനോടെല്ലാം നമുക്ക് എതിർപ്പുണ്ടാവാം. പക്ഷെ അതിൻ്റെ മേലെ നമ്മൾ സമയം ചെലവഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? നമ്മുടെ വിലപ്പെട്ട സമയം അതിന് കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഒന്നാമത്തത് ഒഴിവാക്കിയേ. രണ്ടാമത്തത് ഇരിക്കുന്നത് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്. നിങ്ങൾ രാവിലെ ട്രെയിനിങ്ങിന് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരെ പറ്റിയിട്ട് പറഞ്ഞു, ഇന്നാളുടെ നന്മ ഇന്നതാണ്, ഇന്നാൾക്ക് ഞാൻ പറഞ്ഞപ്പോഴും നിങ്ങൾ ഓരോരുത്തർ മിനിമം ഒരു നന്മയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഉള്ള കഴിവുകൾ ആ നന്മയോട് ചേർന്ന് തന്നെ വേറൊരു സംഗതി അദ്ദേഹം കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഒന്നുകൂടി നന്നായേനെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. എന്തു പറഞ്ഞാലും ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞു ഒരാളെ പറ്റിയിട്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ പറയാണ് നിങ്ങൾ ഒന്നുകൂടി നന്നായിട്ട് ആളുകളുടെ പെരുമാറിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നന്നായേനെ. അത് കേട്ടപ്പോഴാൾ പറഞ്ഞു നീ പറഞ്ഞ ശരിയാ, ഞാനങ്ങ് നന്നായേക്കാം, ഇത്രയും പെട്ടെന്ന് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പതിയെ ശ്രമിക്കാൻ തുടങ്ങി. 1 മാസം കൊണ്ട് അതിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. അതോടുകൂടി അദ്ദേഹം 1 മാസം കഴിഞ്ഞ് 1.5 മാസം ആകുമ്പോഴേക്കും ഏറ്റവും മികച്ച ആളായിട്ട് മാറി. അവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് അദ്ദേഹത്തിലുള്ള സ്വാധീനം നിങ്ങൾ ഉപയോഗിച്ചു. ആ ആളിലുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്വാധീനം നിങ്ങൾ ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷന് കൂടുതൽ മികച്ച റിസൾട്ട് തരാൻ അദ്ദേഹം കാരണക്കാരനായി. ഇത് ഉപയോഗിക്കണം. അതാണ് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്. ക്ലിയർ ആണോ? യെസ് ഓർ നോ? ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പഠിപ്പിച്ചു തന്നിട്ടില്ല ദിവസവും 2 നേരം കുളിക്കണമെന്ന്? പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ടോ? 2 നേരം കുളിക്കണം. പല്ല് തേക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? യെസ് ഓർ നോ? തെറ്റൊന്നുമില്ല, ഇല്ലാന്ന് പറഞ്ഞാൽ. പല്ല് തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? പല്ല് തേക്കാൻ വേണ്ടി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പല്ല് തേക്കൽ നല്ലതാണെന്ന് നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ സുപ്രഭാതത്തിൽ തീരുമാനിച്ചു ഞാൻ പല്ല് തേക്കുന്നില്ല. വലിയ പ്രശ്നമായി, അന്താരാഷ്ട്ര പ്രശ്നമാവാൻ പോകുന്നു. ഇന്ത്യയിൽ എല്ലാവിധ ആളുകളും ഇടപെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നീ ഇങ്ങനെ പറ്റില്ല, പല്ല് തേക്കണം. പ്രസിഡന്റ് പറഞ്ഞു, പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, പ്രസിഡന്റ് പറഞ്ഞു, സുപ്രീം കോടതി ജസ്റ്റിസ് പറഞ്ഞു. അവിടെ നിങ്ങോട്ട് താഴോട്ട് നിങ്ങളുടെ നാട്ടിലുള്ള വാർഡ് മെമ്പർ അടക്കം നിങ്ങളോട് ഒന്ന് പറഞ്ഞു ഇങ്ങനെ പറ്റൂല മോനെ, പല്ല് തേക്കണം. വാർഡ് മെമ്പർ പറഞ്ഞ് കേട്ടില്ല. അങ്ങനെ മുകളിലോട്ട് പോയി റവന്യൂ തലത്തിൽ കലക്ടർ അങ്ങനെ പറഞ്ഞു മുകളിലോട്ട് എത്തി. ഇവരെല്ലാം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പല്ല് തേക്കുന്നത്, കുളിക്കുന്നത്, വൃത്തിയിൽ നടക്കുന്നത്, വെടിപ്പായിട്ട് നടക്കുന്നത്, ഇങ്ങനെ നിയമപരമായിട്ട് നിങ്ങളെ കൈകാര്യം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എന്താ പ്രശ്നം? സ്വയം ഞാൻ തീരുമാനിക്കലേ നടക്കുള്ളൂ. ഞാൻ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഇരിക്കുന്നത് മുഴുവൻ. ഈ പറഞ്ഞതെല്ലാം പെട്ടു. വൃത്തിയിലും വെടിപ്പിലും വരിക ഓഫീസിൽ. ഗവൺമെൻറ് നമ്മുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ട് റൂള് പറഞ്ഞാലും ഞാൻ തീരുമാനിച്ചാലേ ഇത് നടക്കുള്ളൂ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയൊന്നുമില്ല. ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക.
പുഞ്ചിരിക്കാറുണ്ടോ? അതേ ഉള്ളൂ. വെരി ഗുഡ്, നല്ലത്. കാണുന്നവരോട് പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് സർക്കിൾ ഓഫ് ഫൺ, എൻ്റെ കൺട്രോളിൽ പെട്ടത്. ഞാൻ തീരുമാനിച്ചാലേ നടക്കുള്ളൂ. നേരത്തെ പറഞ്ഞില്ല സന്തുഷ്ടനായിട്ടിരിക്കുക എന്ന് പറഞ്ഞത് എൻ്റെ ചോയ്സാണ്. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് ദുഃഖാർത്ഥനായിട്ടിരിക്കാം. സന്തുഷ്ടനായിട്ടിരിക്കണോ ദുഃഖാർത്ഥനായിട്ടിരിക്കണോ എന്നുള്ളത് എൻ്റെ ചോയ്സാണ്.